ഹലോ 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 ആരത്? ദൈവമേ, ഇന്നത്തെ കാര്യവും പോയി. എങ്ങോട്ടാ രാവിലെ തന്നെ? സ്വസ്ഥമായിട്ട് തന്നെ ഒരു കോളേജിന് മുമ്പിൽ പോയിരുന്ന് വായ നോക്കാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോണ്ട കേട്ടാ. ചിഞ്ചു പ്ലീസ്, ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാ. എന്റെ ഫ്രണ്ടേ ആക്സിഡന്റ് ആയി കിടക്കുക. ആ ഫ്രണ്ടിന്റെ പേര് മഹേഷ് എന്നല്ലേ? അല്ല, അത് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാതെ പിന്നെ ഞാനല്ലേ ശബ്ദം മാറ്റി നിന്നെ വിളിച്ചു പറഞ്ഞത്. മഹേഷിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു വിളിച്ച നീയായിരുന്നല്ലേ? അതെ, അവനൊരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല, ഒരു കുന്തവും പറ്റിയിട്ടില്ല. ഷോക്ക് അടിക്കേണ്ട ടൈം ആയോ എന്നൊരു ഡൗട്ട്. അതെങ്ങനാ? അന്ന് പാർച്ചേച്ച് നീരജിന്റെ തലക്ക് അടിച്ചത് പോലെ. ചിഞ്ചു, നീ ആവശ്യത്തെ കാര്യം തന്നെ ഓർപ്പിക്കല്ലേ? ഓർക്കുമ്പോഴേ മേലാകെ പൂത്ത് കയറുവാ. അയ്യടാ, പൂക്ക വരട്ടെ. പിന്നെ എങ്ങനെയാ എന്റെ കാര്യം? എന്റെ ചിഞ്ചു, അവനെ കൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുത്താനുള്ള എന്റെ പരിശ്രമം മൊത്തം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ആഞ്ഞു പിടിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം താ. ഇനി നിക്കാൻ സമയമില്ല, വേഗം തീരുമാനം പറ. തിരക്കാണേ പൊക്കോട്ടോ, നമുക്ക് പിന്നെ കാണാം. അയ്യടാ, എനിക്ക് അങ്ങോട്ട് പോകാൻ തിരക്കുണ്ട് എന്നല്ല പറഞ്ഞത്. നിനക്ക് ഇനി ശരിയാക്കി തരാൻ സമയമില്ല എന്നാ പറഞ്ഞത്. ഓ അങ്ങനെ ഒരു ഐഡിയ. വർക്ക്ഔട്ട് ആവുന്നാണെങ്കിൽ പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങിട്ട് അടുത്തത് പറ. നീ ആദ്യം കേക്ക്, കട്ടിങ്സ് ഒക്കെ പിന്നീട് പോരെ? എന്നാ പറ. ഇന്ന് കോഫി ഷോപ്പില് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. സാറയ്ക്ക് പകരം പുതിയൊരു മാനേജറെ അവർ നോക്കുന്നുണ്ട്. നീ ആ ഇന്റർവ്യൂവിന് പോകണം. മിക്കവാറും മുൻപരിചയമൊക്കെ വെച്ച് നിന്നെ തന്നെ എടുക്കാനും സാധ്യത. അയ്യോ, നല്ല അടിപൊളി ഐഡിയ. താങ്ക് യു തടിയാ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോവാ. പൊക്കോ, എന്നാ വേഗം പൊക്കോ. പോകുന്നതിന് മുമ്പ് താക്കോലൊന്ന്. അതിനാര് പോകുന്നു? നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നേ? എന്റെ ദൈവം, ഈ കുരിശ് എന്നെ കൊണ്ടേ ചേട്ടാ, വണ്ടി വിട്. ഓ മോനെ ടോണി, ആത്മരക്ഷാർത്ഥത ചെയ്യണേ. എന്നോട് ക്ഷമിക്കണേ. തടിയാ, വണ്ടി വിടാടാ. എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ വിടാ. ഈ ആണായാലും പെണ്ണായാലും നമുക്ക് പ്രശ്നമല്ല. നന്നായി പെർഫോം ചെയ്യുന്നവരുടെ മാത്രം പേര് നോട്ട് ചെയ്തോ മതി. ഒരബദ്ധം പറ്റിയടാ മക്കളെ. എന്താ? എടാ, നമ്മുടെ ജോർജ് ഊട്ടിച്ചായന്റെ റബ്ബർ തോട്ടത്തിലൊരു 5-6 ആളിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഇന്റർവ്യൂ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് നടത്തിയാലേ? ആദ്യം പറഞ്ഞ കാര്യത്തില് ചില മാറ്റങ്ങളൊക്കെ ആകാട്ടോ. ഏത്? മാക്സിമം പെൺകുട്ടികളെ സെലക്ട് ചെയ്താൽ മതി. അവർക്കാകുമ്പോ ഉത്തരവാദിത്തം കൂടും, നിനക്ക് പണിയും കൂടും അല്ലേ? എടേ, ഇനിയിപ്പൊ അതിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടും കൂടെ അടികൂടല്ലേ. നിങ്ങൾ ആദ്യത്തെ ആളിനെ വിളി, ഇന്റർവ്യൂ തുടങ്ങാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമൽ ഹോട്ടൽ മാനേജ്മെന്റിൽ 2 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തല്ലേ? യെസ് സർ. അമൽ, വാട്ട് ഈസ് എ ഹോട്ടൽ? Hotel is a place which providing food and accommodation. എന്താ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? Because my passion is hotel management. I like this hotel management is good improving. Okay, okay, good. ഓക്കെ അമൽ, പുറത്ത് വെയിറ്റ് ചെയ്യൂ, പറയാം. Okay sir. എങ്ങനെയുണ്ട് പയ്യൻ? പോരാട്ടാ, അവനൊരു കുന്തളിപ്പില്ലടേ, ഒരു ശശി. അതെ, ഒരു ഉഷാറില്ലാത്ത ചങ്ങായി. അടുത്ത് നോക്കാം. നെക്സ്റ്റ്. യവൻ നടനടേ, നടൻ. വേറൊരു ഗുണവും ഇല്ല. നെക്സ്റ്റ്. ഈ വളഞ്ഞമ്പലത്ത് എവിടെയാ വീട്? കുറച്ചകത്താ. ഓക്കെ. അപ്പൊ ഈ നമ്പര്, ഫോൺ നമ്പര് ഇതിലുള്ളതല്ലേ? ഉണ്ട്, അച്ഛൻ്റെയാ. ശരി, പറയാം. വെയിറ്റ് ചെയ്യൂ. താങ്ക് യു സർ. എന്ത് പണിയാണത്? നിന്റെ കല്യാണത്തിന് വേണ്ടി ഇന്റർവ്യൂ നടത്തുന്നല്ലോ ഇവിടെ, മനസ്സിലായോ? ഞാൻ കരുതി ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ അതും കൂടെ അങ്ങ് നടക്കട്ടെ. തമാശ കേട്ടാ, ഇതൊരുത്തന് പണി കൊടുക്കാനുള്ള കളിയാണ്. നീ കിടന്ന അലമ്പല്ലേ?
എങ്ങനെയുണ്ട്? നെക്സ്റ്റ്. ഞാൻ തന്നെ വിളിക്കണോ ദേവേട്ടാ? പിന്നല്ലാതെ ഇതല്ലേ പറഞ്ഞു ഇവിടെ ജോലി. വിളിക്കേ, പേര് ചാക്കോ. ഓക്കെ, ഈശ്വരാ കാത്തോളനെ. സ്പീക്കറിലിട്ട് വിളിച്ചാൽ മതി, എനിക്കൂടെ കേൾക്കണം. ഹലോ ഹലോ, ചാക്കോ സാറല്ലേ? ഇത് വിങ്സിൽ നിന്നാണ്. വിങ്സോ? അതെന്തോന്ന്? സാർ ഇതൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ്. ക്രെഡിറ്റ് കാർഡോ? ഓ, ക്രിസ്മസ് കാർഡിന്റെ ആൾക്കാരാണോ വിളിക്കുന്നേ? അല്ല സർ, ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ്സ്. അതെന്ത് കാർഡ്? സർ, അത് ഈ കാർഡ് കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു കാർഡാണ്. ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയും. ഓ, അത് കൊള്ളാലോ ഏർപ്പാട്. അതിന് എത്ര രൂപയാ? അതല്ല സർ, സാറിന്റെ മകൻ മിസ്റ്റർ തോമസ് ചാക്കോയ്ക്ക് ഞങ്ങളൊരു കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു. കേട്ടില്ല. എന്റെ മോൻ തോമസ് എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന്? സർ, ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സർ. പക്ഷെ മിക്കവാറും ഒരു ഇഷ്യൂ ആവും. അതാ സർ ഞങ്ങൾ വിളിച്ചത്. അല്ല സർ, സാറിന്റെ അറിവോട് തന്നെയാണോ മിസ്റ്റർ തോമസ് ഈ കാർഡ് എടുത്തത്? എന്റെ അറിവോടെ തോമസ് ഒരു കാര്യവും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അരിക്കച്ചവടക്കാരനായ ഞാൻ റേഷൻ കാർഡ് അല്ലാതെ വേറെ ഒരു കാർഡിനെ പറ്റിയും കേട്ടിട്ടില്ല. ഇനി എന്ത് ചെയ്യും സർ? ഹലോ ഇനിയോ? ഹലോ കട്ടി. ഹലോ, ശരി സർ, ഞാൻ വിളിക്കാം. ശരി. മകന് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു പറയണ്ടേ പാറു? ദേവേട്ടൻ കേട്ടല്ല ഞാൻ പറഞ്ഞതൊക്കെ. ഇയാൾക്ക് ഇത് എന്താന്നും കൂടി അറിഞ്ഞൂടാ. അതെന്താന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അയാളെ കൊണ്ട് ഒരു കാർഡ് എടുപ്പിച്ചിട്ട് മകന്റെ പേരിൽ ഈ കേസ് വരുന്നു പറയണ്ടേ പാറു? എന്നാ ഒന്നും കൂടി വിളിച്ചാലോ? ഏതായാലും ഇപ്പൊ വേണ്ട. ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു ക്ലയന്റ് ഒറ്റാലെ പെട്ടാൽ അന്നേരം വലിച്ച് കരകിട്ടോണം. കൈവിട്ട് കളഞ്ഞാൽ പിന്നെ സ്വന്തം ശമ്പളം കൂടെ മറന്നേക്കണം കേട്ടോ. ഒട്ടാൽ? ഒട്ടാലല്ല, ഒറ്റാൽ. അതിന്റെ വേറൊന്നും പറഞ്ഞാൽ പാറു മനസ്സിലാവില്ല. അതിന്റെ അർത്ഥമൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അയ്യോ, പ്ലീസ് ഒരു തവണ ഞാൻ നെക്സ്റ്റ്. ഞാൻ പ്ലീസ് നെക്സ്റ്റ്. എന്ത് പേര്? ചിഞ്ചുനാ. സ്നേഹമുള്ളവർക്കൊക്കെ എന്നെ ചിഞ്ചുമാന്ന് വിളിക്കാം. സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? എന്തോന്നാ? അല്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന്. വീട്ടിലുണ്ട്. അത് ശരി. പിന്നെ എന്തിനിങ്ങോട്ട് വന്നത്? അത് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഓടി ഇങ്ങ് പോന്നു. സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഇവക്ക് ഭ്രാന്താടേ. ആടേയല്ല, ആണടേ. റോച്ച എന്നെയും കൂടെ എടുക്ക് റോച്ച. എനിക്ക് ശമ്പളം ഒന്നും വേണ്ട പ്ലീസ്. കുട്ടി കുറച്ചു നേരം പുറത്തെ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ വിളിക്കാം. അങ്ങനെ ഇപ്പൊ ഞങ്ങള് വന്ന് വിളിക്കണ്ട. വിളിക്കാൻ വരുമ്പോ നീ ഒറ്റയ്ക്ക് അങ്ങ് വന്നാ മതി. ഞാൻ ഇറങ്ങി വരാം. നീയാ? എന്താടാ അവനെ വിളിച്ച്? അപ്പൊ കേക്കാൻ വയ്യാത്ത ആളാണല്ലേ ചേട്ടൻ? ഇല്ല, മനസ്സിലായില്ലേ. ഒന്നാമത് ഞാൻ ചേട്ടനോടല്ല അത് പറഞ്ഞത്, ടോണി മോനോടാ. പിന്നെ ചേട്ടൻ എന്തിനാ അത് കേക്കുന്നെ? ടോണി മോനെ യാത് വകയില്? ഞങ്ങള് തമ്മിൽ ചുമ്മാ. അങ്ങനെ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. ചിഞ്ചു, തമാശകളെ പുറത്ത് വെയിറ്റ് ചെയ്, ഞാൻ വിളിക്കാം. എന്നെ എടുക്കണ റോയിച്ച പ്ലീസ്. ഭ്രാന്താശുപത്രിയിലെ വാർഡിലേക്കാണോ? അതെ, റോയിച്ചിന്റെ വീട്ടിലെ ടോണി മോന്റെ റൂമിലേക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാ റോയിച്ച. ഏതടാ ഈ പ്രാന്തി? ഒന്നും പറയേണ്ട സണ്ണിച്ചായ, ഇവന്റെ കൂടെ പണ്ട് പഠിച്ചു വന്നതാ. അന്ന് മുതൽ അതിന് ഇവനോട് കടുത്ത പ്രേമോ. കോൾ അടിച്ചല്ലടേ ടോണി മോനെ. പക്ഷെ ഉള്ള കാര്യം പറയാല്ലേ, നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണ്. എങ്ങനെ തപ്പി എടുത്തടേ ഇതിന്? കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും ഒരെണ്ണത്തിനെ കൂടെ കണ്ടെത്താൻ എനിക്ക് അധികം പാടില്ല. ഒരെണ്ണത്തിനെ ആലോചിച്ചാലോ? നിന്റെ സ്വന്തം ഇച്ഛായൻ ഒരെണ്ണത്തിനെ കണ്ടുപിടിയടാ ആദ്യം, എന്നിട്ട് മതി വകയിലെ എനിക്ക് കേട്ടാ. ഹാ, മതി മതി. നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയം അങ്ങ് പോവും. ഇതുവരെ മനസ്സിനാണെങ്കിൽ ഒരാളെ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, എവിടെയോ കൊണ്ട് നല്ല പരിചയമുണ്ടല്ലോ. റോയിച്ചൻ തന്നെ ഓർത്ത് പറ. ഓർമ്മ കിട്ടുന്നില്ല. ഹാ, അങ്ങനെ പറയല്ലോ, ഒന്ന് ഓർത്തു നോക്ക്. എടാ, നീ എന്തെങ്കിലും ഒരു ക്ലൂ പറയേ.
റോയിച്ചൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടാണ്. അയാളാണ് എനിക്ക് റോയിച്ചിനെ പരിചയപ്പെടുത്തി തന്നത്. അയാളുടെ ആദ്യത്തെ അക്ഷരം ജയാണ്. ഛേ, അതാരാത്? റോയിച്ച, ഞാൻ ജയ വെച്ച് കുറച്ച് പേരുകൾ പറഞ്ഞാലോ? അത് തന്നെ, ഒന്ന് സഹായരവനെ. ജോർജ്, ജോസഫ്, ജനാർദ്ദനൻ, ജോനാഥൻ, ജോമോൻ, ജലജ. അല്ല, ഇനി ഇവന്റെ പേര് വല്ല ജെയിംസ് ബോണ്ട് എന്നാ ജയസൂര്യ എന്നല്ലാണ്. അയ്യേ, ഇതിലാ പേരില്ല. താൻ ആ പേരൊന്ന് പറയടോ. തോറ്റല്ലോ. ഇതെന്താ ഇന്റർവ്യൂയോ? ഇത് ഇന്റർവ്യൂ അല്ലേ? താൻ ഞങ്ങള് തന്നെയല്ലേ ഇന്റർവ്യൂ? ആ, തപ്പണ്ട, ഞാൻ പറയാം. ഞാൻ വിനീത്. റോയിച്ചൻ്റെ ഫ്രണ്ട് ജോഫിൻ എൻ്റെയും ഫ്രണ്ടാ. അവനാണ് എന്നെ റോയിച്ചിന് പരിചയപ്പെടുത്തിയത്. ഓ, ആ, ഛേ, ഞാനത് മറന്നു. അതൊക്കെ പോട്ട്, നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ നോക്കാം. ഓക്കെ. വിനീത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാണല്ലേ? അതെല്ലോ. പിന്നെ റോയിച്ച, എനിക്ക് ഇൻ്റർവ്യൂവിലൊന്നും വലിയ താല്പര്യമില്ല. വലിയ പോസ്റ്റൊന്നും നോക്കിയിട്ട് വന്നതല്ല. സർവീസും അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. ആദ്യ മാസം ശമ്പളമൊന്നും വേണ്ട. അതൊക്കെ എൻ്റെ ജോലി കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. വിനീത് പുറത്തു പോയെന്നില്ലേ? പോവല്ലേ? വിളിക്കാം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. ഓക്കെ, താങ്ക്സ്. പിള്ളേരായ ഇങ്ങനെ വേണം. ഇവൻ കൊള്ളാം. അപ്പോ മാനേജറായിട്ട് ആവും മതിയോ? നമുക്ക് മാനേജർ പോസ്റ്റിലേക്ക് വേറെ ഒരാളെ നോക്കാം. തൽക്കാലം സർവീസിൽ വന്ന് നിൽക്കട്ടെ, അല്ലേ സണ്ണിച്ചായ? പിന്നല്ലാതെ യവനെ ഞാൻ എന്റെ റബ്ബർ തോട്ടത്തിലോട്ട് അങ്ങ് എടുത്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അവളുടെ പേര് എനിക്ക് നേരത്തെ അറിയായിരുന്നു, സാറ. ഇന്റർവ്യൂ ഏതാണ്ട് കിട്ടിയ മട്ടാ. ഞാനിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ വിളിക്കാം. ഇവക്ക് വട്ടാണോ? എൻ്റെ അമ്മേ. ഹലോ, ഞാൻ വിനീത്. എന്താ പേര്? സൂര്യ. ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തോന്നുന്നു. സാർ, ഞാൻ വീണ്ടും വിങ്സ് എന്ന് വിളിക്കുകയാണ്. കാർഡിന്റെ കാര്യം പറഞ്ഞു. അതെ സാർ. വിളിച്ചോ. സാർ, അപ്പനെ പറഞ്ഞു വന്നത്. പറഞ്ഞു വരല്ലേ, എന്റെ തോമസ് ചാക്കോ വന്നിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചോ. ഓക്കെ സാർ. ഹലോ, ആരാ? ഹലോ സാർ, വിങ്സ് എന്നാണ്. വിൻസി, പറയടി, എന്നാ ഉണ്ട്? എന്നാ പറ്റി നിന്റെ സൗണ്ടിന്? സാർ, ഇതൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയാണ്. കേക്കാവോ? ഹലോ. കേക്കാം, പറ. സാർ, ആ തിരിച്ചടയ്ക്കേണ്ട പൈസ ഞാൻ ചോദിക്കാൻ വിളിച്ചാണ്. അത് ഞാൻ അടയ്ക്കത്തില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ? അടയ്ക്കേണ്ട പൈസ അല്ലേ അത്? അടയ്ക്കേണ്ട പൈസയാണ്, പക്ഷേ എനിക്ക് അടയ്ക്കാൻ പറ്റിയല്ല മോളെ. എന്താ സാർ കാര്യം? എന്താ കാര്യം? അവിടുന്ന് സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്ന ആ പെണ്ണെന്തിയാ, അന്ന? സാർ, ആ കുട്ടി ഇവിടുന്ന് റിസൈൻ ചെയ്തു. അവള് വിളിച്ചാ ഞാൻ പൈസ അടയ്ക്കാം. സാർ, ഇവിടുന്ന് പോയ ആൾ എങ്ങനെ വിളിക്കാനാ സാർ? അതൊന്നും എനിക്കറിയില്ല, അവരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ. അവള് വിളിച്ചാ ഞാൻ പൈസ അടയ്ക്കാം. സാർ, അതെങ്ങനെ ശരിയാവാനാ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റൂന്ന്. സോ പ്ലീസ് സാർ, കഷ്ടമുണ്ട്. ഇത് എന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ആണ്. കൊച്ചിനെ കരയിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. ഈ അന്ന എന്റെ ഭാര്യയാണ്. ആ പോസ്റ്റിലേക്കാണ് കൊച്ചിപ്പോ വന്നിരിക്കുന്നത്. അവക്ക് അവസാന മാസത്തെ ശമ്പളം നിങ്ങളുടെ കമ്പനി കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെ ഇത് അടയ്ക്കണ പ്രശ്നവും ഇല്ല. ഹലോ ഹലോ. അയ്യേ, ഇതെന്തൊരു കഥ. ഇവിടെയും ഒരു രക്ഷയില്ലെന്നാ തോന്നുന്നേ. പാറുമോളെ, ഒന്നിഞ്ഞു വരാമോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സൂര്യ അല്ലേ? അതെ സർ. സൂര്യക്ക് ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ കോഫി ഷോപ്പിൽ സൂര്യ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ആദ്യം കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. എങ്ങനെ? മറ്റു കോഫി ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കോഫി ഷോപ്പിനുണ്ട്. സോ അത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതിൽ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കി ക്ലീനിങ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യും. പിന്നെ കോഫി ഷോപ്പിന്റെ റൂൾസിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തും. അങ്ങനെയല്ല. ഓക്കെ സൂര്യ, വി ആർ ഇംപ്രസ്ഡ്. താങ്ക് യു സർ. എന്ന് ജോയിൻ ചെയ്യാം. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്.
അതൊക്കെ ഒന്ന് കഴിഞ്ഞ് 1 വീക്ക് ടൈം കിട്ടിയാൽ. അപ്പൊ സൂര്യ ഓക്കെ, ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, താങ്ക് യു സർ. സൂര്യയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല? അത് സിവിൽ ഉണ്ടായിരുന്നല്ലോ സർ. ശരി സർ. ഹോ, അവന് വീട് എവിടെ അറിഞ്ഞില്ലെങ്കിൽ പറ്റൂല അല്ലടാ. എടാ ഈ കൊച്ചെങ്ങനുണ്ട്? എനിക്ക് ഓക്കെയാണ്. എനിക്കും. അങ്ങനെ ഇപ്പൊ നിനക്ക് ഒക്കണ്ട. അങ്ങനെയൊന്നും പറയണ്ട, കോഫി ഷോപ്പ് എന്റെയും കൂടെ. ആ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ മാത്രം കോഫി ഷോപ്പ് നിന്റെ. ആ, ഞാൻ ആ ചിഞ്ചുവിനെ എടുത്താലോ എന്ന് ആലോചിക്കാം. അത് ശരിയാ, ആ കൊച്ചു കൊള്ളവിടെ. നിങ്ങൾ എന്നെ വെട്ടാക്കാൻ വേണ്ടി പറയല്ലേ? എനിക്കറിയാം. അല്ലടാ, പരിചയമുള്ള കുട്ടിയാവുമ്പോ അതല്ലേ നല്ലത്. എന്റെ പൊണ്ണ് സണ്ണിച്ചായതിന് വട്ടാണ് മുഴുവട്ട്. അല്ല, നമ്മളിപ്പോ ആരെയൊക്കെ സെലക്ട് ചെയ്തത്? ഒന്ന് സൂര്യ മാനേജർ, പിന്നെ വിനീത് ഹെൽപ്പർ. എന്താ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എന്നാ ഞാനും ഓക്കെ. ഓക്കെ. സൂര്യ ടോണി റൗണ്ട് ആരംഭിക്കും. അതുവരെ ഒരാഴ്ചത്തേക്ക് ഒരു ചെറിയ ഇടവേള. എന്താടാ? റോയ്ച്ച, ഇന്നലെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, എഴുന്നേറ്റോ. ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. പുതിയ മാനേജറെയും ഹെൽപ്പറെയും സെലക്ട് ചെയ്തു. എന്തായി നിന്റെ കാര്യം? ഓ, എന്ത് പറയാനാ റോയ്ച്ച, ഒരു 10-16 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ എനിക്കൊരു പാസിംഗ് ഷോട്ട് കിട്ടി. ഈ പാലക്കാട് വരെ പോയിട്ട് ഒരു പാസിംഗ് ഷോട്ട് കിട്ടിയുള്ളൂ നിനക്ക്? കഷ്ടം തന്നെടാ. ഇതാരാ? കണ്ടിട്ട് സിനിമാക്കാരെ പോലെ ഇല്ല. ഇത് ടോണിയുടെ വീടല്ല. അതെ, ആരാ? അവനില്ലാടാ ഇവിടെ. ഉറങ്ങാ. കണ്ടവന്റെ കാശ് മേടിച്ച് തോന്നിയ പോലെ ചെലവാക്കിയിട്ട് അവൻ കിടന്ന് ഉറങ്ങ്. അവന് കിട്ടിയതൊന്നും പോരായിരിക്കും. നമ്മളാരാ? മനസ്സിലായില്ല. ആദ്യം ചോദിക്കാൻ നീ ആരാ അവന്റെ? ഞാൻ റോയ്, അവന്റെ ചേട്ടനാ. എനിക്ക് ചോദിക്കാവോ? നിങ്ങളിങ്ങടെ അനിയനെ കയറൂരി വിട്ടേക്കുവാണോ എരക്കാൻ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നീയൊക്കെ വന്ന കാര്യം പറയും. അനിയന്റെ ചെലവുകൾ നടക്കണതേ പലിശക്ക് എടുത്ത കാശുകൊണ്ടാ. അത് തിരിച്ചു തന്നിട്ടില്ല. എന്താ റോയ്, നമുക്കത് തിരിച്ചു മേടിക്കണ്ടേ? അതുകൊണ്ട് നീയൊക്കെ അത് തല്ലി വാങ്ങിക്കോ. എന്നെനിക്കതൊന്ന് കാണണമല്ലോ. അഴുക്ക പോലെകളെ, നീയൊക്കെ പിള്ളേരുടെ ദേഹത്തോട്ട് കളിക്കല്ലേടാ. സണ്ണിച്ചായ, എന്താടാ മക്കളെ? മതി. എടാ എനിക്ക് മതിയായില്ലടാ. നല്ലോണം കലയ്ക്ക് ഒന്നുകൂടെ കൊടുക്കട്ടെ. മതി. വേണ്ടെന്ന്. വേണ്ടേ? എന്നാ വേണ്ട. അതെ, നന്നായി. നിന്റെ അടുത്ത് നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഈ റോയ് തരും. അതിന്റെ പേരിൽ അവന്റെ ദേഹത്തെങ്ങാനും തൊട്ട് കഴിഞ്ഞാ കത്തിച്ചളയും. ഇതുപോലെ പച്ചക്ക് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വാ. നിന്റെയൊക്കെ ഇടപാട് ഇന്ന് സെറ്റിൽ ചെയ്തേക്കാം. ഡേ, മണ്ണയാണ് ദേഹത്ത് വിഴുന്നേക്കുന്നേ. എവിടെയും കേറി കൊരിക്കാൻ നിക്കല്ലേ ഏട്ടാ. ഒരു പീഡിത്തേ മതി, കത്തി പണ്ടാരം അടങ്ങിപ്പോവും കേട്ടാ. ഓ, സണ്ണിച്ച ഉമ്മ. മതി 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 മതി. അയ്യോ റോയ്ച്ച, ഓ ഉമ്മ. അടിപൊളി. ഓ വിടല്ലേ. നോക്കി പോടേ, അവന്റെ ഉപ്പൂപ്പാന്റെ ഒരു പൾസർ.